യെസ്, ഈ ഒരു വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട 2-3 അപ്ഡേറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 300 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കും, എങ്കിൽ പോലും നമ്മൾ ഉറപ്പായിട്ടും കവർ ചെയ്യണം. പെട്രോസ് ജിയാഗോമിസ് എന്ന് പറയുന്ന ഒരു ഗ്രീസ് താരത്തെ ഇപ്പോൾ നമ്മുടെ പഞ്ചാബ് എഫ് സി എത്തിച്ചിരിക്കുകയാണ്. ബക്കിംഗയ്ക്ക് പകരമാണ് ഈ ഒരു സൈനിങ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അത്യാവശ്യം നല്ലൊരു സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീസ് സെക്കൻഡ് ടയറിലാണെന്ന് തോന്നുന്നു. സോ എന്തായാലും അവിടെ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം പഞ്ചാബ് എഫ് സിയിലേക്ക് എത്തുന്നത്. ഗ്രീസിൽ കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം മികച്ച പ്ലേയേഴ്സ് തന്നെയാണ്. എന്തായാലും അവിടെ 7 ഗോളും 2 അസിസ്റ്റും ഒക്കെ അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് കളിച്ച ലീഗിൽ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം എന്താ പറയുക, ഗ്രീസിൻ്റെ ഫസ്റ്റ് ടയറും സെക്കൻഡ് ടയറും ഗ്രീസിൽ കൂടുതൽ എന്താ പറയുക മത്സരങ്ങൾ കളിച്ചുള്ളൊരു താരമാണ്. സോ എന്തായാലും വളരെ മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയാം പെട്രോസ് ജിയാഗോമിസ്. സോ ബക്കങ്കയ്ക്കായിട്ട് ഉറപ്പായിട്ട് നല്ലൊരു പ്ലെയർ ആയിരിക്കും. ബക്കങ്ക എന്താ പറയുക, ഒരു ഏജ് ഔട്ടായ ഒരു പ്ലെയർ കളിക്കുന്ന പോലെ വളരെ തളർന്ന് കളിക്കുന്ന ഒരു പ്ലെയറിനെ കൊണ്ട് തോന്നി. ബട്ട് അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ടോപ്പ് നോച്ച് പ്ലെയർ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തെ കണ്ടിട്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്രീമിയർ ലീഗ് 2 ഒക്കെ കളിച്ചിട്ടുള്ള ഒരു കെനിയൻ താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ മുഹമ്മദ് അൻസസി ശ്രമിക്കുന്നു എന്നതരത്തിലുള്ള ഒരു വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. ആ ഒരു താരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോന അയുങ്ക എന്ന് പറയുന്ന താരമാണ്. പ്രീമിയർ ലീഗ് 2 അദ്ദേഹത്തിന് ധാരാളം മാച്ചുകൾ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്കോട്ടിഷ് ഫസ്റ്റ് ടയറിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്കോട്ടിഷ് ഫസ്റ്റ് ടയറിൽ നിന്നൊക്കെ വന്ന കളിക്കാരാണ് എന്താ പറയുക ഗ്രിക്സ് ടു അറ്റാക്ക്. സോ ആ ഒരു ലെവലിൽ ഉള്ളൊരു പ്ലെയറാണ്. 3.6 കോടിയാണ് മാർക്കറ്റ് വാല്യൂ. അത് ഇതിൻ്റെ കൺട്രിയാണ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് കെനിയയാണ്. സോ എന്തായാലും അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പ്ലെയറിനെ കൊണ്ടുപോയി നമുക്കറിയാം ഫ്രാങ്കൊരു എന്താ പറയുക കൂടെ വയ്ക്കുന്നൊരു പ്ലെയറൂടെ വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തായാലും വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയാൻ സാധിക്കില്ല, ഒരു ബർത്ത്ഡേ വിഷാണ്. അതായത് മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായ കരൺജിത്ത് സിംഗിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. സോ എല്ലാവരും അദ്ദേഹത്തിന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് തരിക. എന്തായാലും കരൺജിത്ത് സിംഗിന് ഹാപ്പി ബർത്ത്ഡേ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അർമാൻഡോ സാദിഖ് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങളെല്ലാം കേട്ടൊരു കാര്യമായിരിക്കും, നമ്മുടെ ഫാൻസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം. അതായത് അദ്ദേഹം പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടി കൂടുതൽ ഫാൻസ്. നമ്മളൊരു 10,000-20,000 പേരിരുന്നാൽ പോലും ആ ഒരു സ്റ്റേഡിയം ഫില്ലാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, 10 വർഷമായില്ലേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രോഫി ഉണ്ടോ? ഇല്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിൻ്റെ മെൻറ്റാലിറ്റിയും മോഹൻ ബഗാൻ ഫാൻസിൻ്റെ മെൻറ്റാലിറ്റിയും ഡിഫറൻ്റ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സത്യമാണ്, അത് ഞാനും പറയുന്നൊരു കാര്യമാണ്. കാരണം അവർക്ക് കപ്പ് വേണം. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ അവിടെ 8 ഗോൾ അടിച്ചു, നല്ല രീതിയിൽ കളിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കപ്പ് വേണം, അല്ലെങ്കിൽ അവരെന്നെ ഓർക്കത്ത് പോലുമില്ല. ആ ഒരു സീസണിൽ ഞാൻ അവരുടെ കൂടെ കപ്പടിച്ചുകൊണ്ടാണ് അവരെന്നെ ഇപ്പോഴും ഓർക്കുന്നതെന്നാണ് അർമാൻഡോ സാദിഖ് പറയുന്നത്. സോ എന്തായാലും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി, അവർ കപ്പ് വേണം. അവർ പ്ലേസിലൊന്നും അധികം നോക്കാറില്ല. കളിക്കുമ്പോൾ അവർ നല്ലോണം പൊക്കി വിടും, എന്നിട്ട് കളിക്കാതാക്കി നല്ല തെറി തന്നെ അവർ വിളിക്കും. അങ്ങനത്തെ ഫാൻസാണ്, അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റിയുള്ള ഫാൻസാണ് മോഹൻ ബഗാൻ്റെ എന്നാണ് പറയുന്നത്. സോ ആ ഒരു മെൻറ്റാലിറ്റി ഇവിടുത്തെ ഫാൻസിനും വേണം, അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജ്മെൻറ്റിനും വേണമെന്നാണ് അർമാൻഡോ സാദിഖ് പറയുന്നത്. സത്യമാണ്. ഒരു പ്ലെയർ ഒരു കളി മോശമായിട്ട് കളിച്ചു, പിന്നെ കളി നല്ലോണം കളിച്ച് നമ്മൾ അദ്ദേഹത്തെ പൊക്കി വിടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്ലേയേഴ്സിനെ നമ്മൾ ഹ്യൂമിലിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മോശമായ കാര്യങ്ങൾ പ്ലേയേഴ്സ് മോശമായിട്ട് ചെയ്ത് അങ്ങനെ തന്നെ പറയുകയും വേണം. നമ്മുടെ ഫാൻസ് എന്താ കുറച്ച് ഇങ്ങനെ നിൽക്കുന്ന ഫാൻസ്, അതായത് മോശമായിട്ട് കളി വന്നു കഴിഞ്ഞാൽ കുറ്റം പറയത്തില്ല, ഏറ്റവും ലാസ്റ്റൊക്കെ ആകുമ്പോഴേ കുറ്റം പറയത്തുള്ളൂ, എങ്ങനെയെങ്കിലും പ്ലേ ഓഫിൽ കയറണം, ആ ഒരു മെൻറ്റാലിറ്റിയിലൊക്കെ നിൽക്കുന്ന ഫാൻസാണ്. അതുപോലെ തന്നെ എന്താ പറയുക, പ്ലേയേഴ്സിന് ഇപ്പോൾ അഡ്രിയലോണ മോശമായിട്ട് കളിച്ചാലും അദ്ദേഹത്തെ കുറ്റം പറയാനും മടിയുള്ള ആൾക്കാർ ഞാൻ പലവട്ടവും കണ്ടിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അഡ്രിയലോണ എല്ലാവരുടെ കുറ്റം പറയാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കളിയിൽ മാറ്റം തന്നെ വന്നത്. സോ അതൊക്കെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. സോ നമ്മൾ ഉറപ്പായിട്ടും ക്രൂശിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, സ്റ്റേഡിയം വെക്കേറ്റ് ചെയ്യണം. സ്റ്റേഡിയം ഒന്നും വെക്കേറ്റ് ചെയ്യുന്നില്ല. രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റേഡിയം വെക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ദൃശ്യം കാണാനായിട്ട് കുറേ പേര് പോയി. അതായത് ആരും സ്റ്റേഡിയത്തിൽ വരാത്തത് കാണാനായിട്ട് കുറേ പേരും. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ അത്രയും കൂടെ ഫാൻസ് ആയില്ല. അങ്ങനെ കുറേ വണ്ടന്മാർ വരെ ഉണ്ട്. സോ എന്തോ പറയാനാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.